വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്നൊരു ഫ്ലവറിൻ്റെ വെച്ചിട്ടൊരു ഹെയർ ബോയ് ആണ് ചെയ്ത് കാണിക്കുന്നത്. പിയോണി ഫ്ലവർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഒരുപാട് പേര് നമ്മുടെ ഈ ഐറ്റംസ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. വാങ്ങി കഴിഞ്ഞിട്ട് അത് എങ്ങനെ ചെയ്യുന്നതെന്ന് അറിയില്ല. അപ്പോൾ അത് ചോദിച്ചിട്ട് മെസ്സേജ് അയക്കാറുണ്ട്, ചേച്ചി ഇത് എങ്ങനെ ചെയ്യുന്നത്, ഇതിൻ്റെ ചെയ്ത വീഡിയോ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അയക്കുന്നു. അപ്പം ഞാനിതുവരെ നമ്മുടെ ചാനലിൽ ഇതുവരെയും വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു. പിയോണി വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലും ചാനലിൽ ഇതുവരെ ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ എന്നാൽ അത് വെച്ചിട്ട് തന്നെ ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ ബാക്കിൽ ആ ഒരു തണ്ട് പോലെ നിൽക്കുന്ന അതൊന്ന് കട്ട് ചെയ്ത് കളയും. പിന്നെ ആ ഒരു ഗ്രീൻ കളറിലെ ലീഫ് പോലത്തെയൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് അതിൻ്റെ പെറ്റൽസ് എല്ലാം നമ്മളൊന്ന് ഫുള്ളൊന്ന് അഴിച്ചെടുക്കുന്നുണ്ട്. മൊത്തം ഒന്ന് അതിങ്ങനെ തുറന്ന് ഫുൾ എടുക്കുന്നുണ്ട്, ഓപ്പണാക്കി എടുക്കുന്നുണ്ട്. പിന്നെ അതിൽ ഇപ്പോൾ ഇത് ആർട്ടിഫിഷ്യൽ ഫ്ലവർ ആണല്ലോ, അപ്പോൾ അതിനകത്ത് കൊടുത്തിരിക്കുന്ന സാധനമൊക്കെയാണ് അത് കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അവർ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന ഐറ്റംസൊക്കെയാണ്. അതൊക്കെ ഒന്ന് ഇളകി മാറ്റുന്നുണ്ട്. ഞാൻ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്ക് കുറച്ചും കൂടെ ഭംഗി തോന്നിയത് ഈ രീതി ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ ഈ പിയോണി ഫ്ലവറിന് കുറച്ചും കൂടെ ഭംഗി തോന്നുന്നത്. അതല്ലാതെ ഈ പിയോണി നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ അതുപോലെയും തന്നെ ഒട്ടിച്ചു എടുക്കാം കേട്ടോ. അത് സിമ്പിളാണ്, ഒന്നും ചെയ്യേണ്ട. ജസ്റ്റ് അതിൻ്റെ ബാക്കിലത്തെ അതൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഒരു എന്താ പറയുക ക്യാൻവാസിൽ ഒട്ടിച്ചു കൊടുത്താൽ മതി. അതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇതിപ്പം എനിക്ക് കുറച്ചും കൂടെ ഭംഗി തോന്നിയത് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോഴാണ്. അപ്പം ഞാൻ ഓരോ പെറ്റൽസും എടുത്ത് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ ഓരോന്നിലും ഗ്ലൂ ഒട്ടിച്ചു കൊടുത്താണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇല്ലേ പെട്ടെന്ന് അത് ഇളകി പോകും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കെല്ലാം ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഒരു ക്യാൻവാസിൽ ഇതുപോലെ ഗ്ലൂ ഒന്ന് നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഈ ഫ്ലവറിൻ്റെ കൂടെ കുറച്ചും കൂടെ ഒരു ഭംഗിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഫ്ലവറിൻ്റെ സെയിം കളർ തന്നെ ബീഡ്സ് എടുത്തിട്ടുണ്ടായിരുന്നേ. ബീഡ്സ് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആ ബീഡ്സ് ഒട്ടിച്ചു കൊടുത്തു, ആ ക്യാൻവാസിൽ ഒട്ടിച്ചു കൊടുത്തു. എന്നിട്ട് ഇനി അതിൻ്റെ മുകളിലായിട്ട് പിന്നെയും ഗ്ലൂ ഒന്ന് കുറച്ചും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടാണ് ഫ്ലവർ ഒട്ടിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബീഡ്സും കൂടെ വരുമ്പോൾ കുറച്ചും കൂടെ ഒരു ഭംഗിയായിട്ട് തോന്നും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒട്ടിച്ചെടുത്തത്. അപ്പോൾ ഇനി ഓരോ പെറ്റൽസായിട്ട് നമുക്കിങ്ങനെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ വീണ്ടും ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചും കൂടി നല്ല സ്റ്റിക്കായിട്ട് ഇങ്ങനെ ഫ്ലവർ ഇരിക്കും. അല്ലെങ്കിൽ ഓരോന്നായിട്ട് ഇങ്ങനെ ഇളകി പോകും. അപ്പോൾ അതുകൊണ്ട് ഓരോ പെറ്റൽസിൻ്റെ ഇടയ്ക്കും ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് വെച്ചിട്ട് വേണം ഒട്ടിച്ചെടുക്കാനായിട്ട്. ഫ്ലവറിൻ്റെ പെറ്റൽസ് ഓരോന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ഫുള്ളായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഒന്നും കൂടി കുറച്ച് വിടർത്തി കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു സ്റ്റോൺ വെക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു സെൻറ്റർ സ്റ്റോൺ വെക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടെ ഒന്ന് വിടർത്തി അത് വെക്കാനായിട്ട് ഇനി ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അതും കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തെടുക്കണം. ഇപ്പോൾ നേരത്തെ പിയോണിക്കാട്ടിൽ ഭംഗി തോന്നിയിട്ടുള്ളത് ഈ ഒരു പിയോണി ഇങ്ങനെ ചെയ്തെടുത്തപ്പോഴല്ലേ. എനിക്ക് ഇങ്ങനെ ചെയ്തെടുത്തപ്പോഴാണ് കേട്ടോ ഇഷ്ടമായത്. പിന്നെ അതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വൈറ്റ് ഗിൽറ്റർ ട്യൂബും കൂടെ എടുത്തത്. ആ ഒരു ലൈറ്റ് റോസും വൈറ്റ് ഗിൽറ്റർ ട്യൂബും കൂടെ ആകുമ്പോൾ നല്ലൊരു കളറായിരിക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു കോമ്പിനേഷൻ വെച്ചിട്ടാണ് എടുത്തത്. ഇത് നമുക്ക് ഇപ്പം സാറ്റിൻ ബോയിൽ അതിൽ ഇതുപോലെ തന്നെ ഇങ്ങനെ ഇതിൻ്റെ ബാക്കിൽ ക്യാൻവാസ് ഒട്ടിച്ചു കൊടുത്തിട്ട് അങ്ങനെ ചെയ്തെടുക്കാം. അതല്ലാതെ പിന്നെ നൈലോൺ ബാൻഡില്ലേ അതിലും ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു സെയിം ഡിസൈൻ തന്നെ അതിലും ചെയ്തെടുക്കാം. ഇനി ഞാൻ വയർ ബോയിൽ ഒരു എൻഡ് ബീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻഡ് ബീഡ്സ് എല്ലാവരും പറയാറുണ്ട് ഒട്ടിയിരിക്കത്തില്ല, പെട്ടെന്ന് പോകും എന്നൊക്കെ പറയാറുണ്ട്. നമുക്ക് ഇതിപ്പം ഒട്ടിച്ചാൽ ഉടനെ ഒട്ടിയിരിക്കണമെന്നില്ല കേട്ടോ. ഒരു ഡേ ഫുള്ള് ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലപോലെ ഒട്ടിയിരിക്കും. പക്ഷേ എന്നാലും പിള്ളേർ യൂസ് ചെയ്യുമ്പോൾ മുത്തല്ലേ, അത് പെട്ടെന്ന് അതിന് എങ്ങും പിടിച്ച് നിൽക്കുന്നില്ലല്ലോ ആ ഒരു ബീഡ്സ്. അപ്പോൾ അത് കാരണം പെട്ടെന്ന് ഊരിപ്പോകും. അത് എന്താ പറയുക, ഗ്ലൂവിൻ്റെ കുഴപ്പമല്ല, അതങ്ങനെയാണ്. അത് അത്ര സ്റ്റിക്കി ആയിട്ട് ഇരിക്കണമെന്നില്ല. ആ ഒരു കമ്പി ജസ്റ്റ് അങ്ങനെ ഒന്നും ഇരിക്കുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആണ് ഊരിപ്പോകുന്നത്. ഇനി ഞാൻ ഗിൽറ്റർ ട്യൂബും കൂടെ ഇട്ട് കൊടുത്തു. ഞാൻ ഒരു സൈഡിലായിട്ട് ഈ ഫ്ലവർ വരുന്ന രീതിയിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം ഗിൽറ്റർ ട്യൂബ് ഞാൻ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് അളവെടുത്ത് അങ്ങനെ കട്ട് ചെയ്യാം. പക്ഷെ ഞാൻ എപ്പോഴും ഇങ്ങനെ ചെയ്യാറുള്ളൂ കേട്ടോ. ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്ക് എത്ര ആവശ്യമുള്ളതാണ് കട്ട് ചെയ്ത് മാറ്റിയാൽ മതിയല്ലോ.
അപ്പം ഗിൽറ്ററിൻ്റെ ഇതൊന്നും എന്താ പറയുക, കൂടുതൽ നമുക്ക് ഒരുപാട് പോകത്തില്ല, ഒരുപാട് വേസ്റ്റായി പോകത്തില്ല. നമുക്ക് ആവശ്യമുള്ള മാത്രമായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. ഇതിപ്പം ഞാൻ ഈ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ വരുന്ന രീതിയിൽ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ബാക്കി നമ്മൾ എവിടെ വെച്ചിട്ടാണോ കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ വെച്ച് ജസ്റ്റ് ഒന്ന് കത്രിക വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് അങ്ങോട്ടൊന്ന് തള്ളി കൊടുത്താൽ മതി കേട്ടോ. അത് പെട്ടെന്ന് ഊരി വരും. ഒരുപാട് കിടന്നിങ്ങനെ കട്ട് ചെയ്ത് പാടുപെടേണ്ട ആവശ്യമില്ല കേട്ടോ. നല്ല മുറിച്ചുള്ള കത്രികയാണെങ്കിൽ അങ്ങനെ വരും കേട്ടോ. ഇനി ഒരു ക്യാൻവാസിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ആ വയർ ബോയുടെ ആ ഒരു ഏത് സൈഡിലാണോ ഒട്ടിക്കുന്നത് ആ ഒരു സൈഡിൽ ആദ്യം ഒട്ടിച്ചു കൊടുക്കും. അതിൻ്റെ മുകളിലായിട്ടാണ് പിന്നെ നമ്മൾ ഈ ഫ്ലവർ ഒട്ടിച്ച് വെച്ചിട്ടുള്ള ഫ്ലവർ എടുത്ത് വെക്കുന്നത്. ഗ്ലൂ കുറച്ചും കൂടെ അതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്തായിരുന്നേ ഈ ഫ്ലവർ ഒന്ന് നല്ല രീതിയിൽ ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഏതൊരു സൈഡിലോട്ടാണ് അത് വെക്കണ്ടേ ഞാൻ അതൊന്ന് നോക്കുമായിരുന്നേ. ആ ഒരു ബീഡ്സ് വരുന്ന സൈഡ് ഏതാ നല്ലത് എന്ന് വെച്ചിട്ട് ഇങ്ങനെ എങ്ങനെയാണെന്നുള്ളത് റൗണ്ട് അടിച്ച് വെച്ച് നോക്കുമായിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് സൈഡിലോട്ടാണെങ്കിലും വെക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് നല്ലപോലെ ഒന്ന് നമുക്ക് കൊടുക്കണം, എന്നാലേ ഒന്ന് ഒട്ടിയിരിക്കത്തുള്ളൂ. അപ്പം തന്നെ ഒട്ടിയിരിക്കത്തില്ല കേട്ടോ. അത് ഒന്നാതെ വയർ ബോയിലും കൂടെ ആയതുകൊണ്ട് നല്ല രീതിയിൽ അത് ഒട്ടിയിരിക്കത്തില്ല. അപ്പോൾ കുറച്ചൊരു ടൈം ഒന്ന് ഉണങ്ങാൻ വെച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് റെഡി ആയിക്കോളും. നേരത്തെ കട്ട് ചെയ്തതിൻ്റെ ബാക്കി ഗിൽറ്റർ ട്യൂബ് ഈ ഒരു സൈഡിൽ കൂടി ബാക്കിയുള്ള ഭാഗത്തുകൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ ആ ഒരു ഫ്ലവറിൻ്റെ അടിയിൽ വരുന്ന രീതിയിൽ ചെയ്യണേ. എന്നിട്ട് അവിടെയും കൂടെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഗിൽറ്റർ ട്യൂബെല്ലാം കൂടെ ഒട്ടിച്ച് വെച്ചാൽ മതി. അപ്പോൾ ഒട്ടിയിരുന്നോളും. ഇനി എവിടെയാണ് എൻഡെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് വളച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നമ്മുടെ എൻഡ് ബീഡ്സിൻ്റെ നീളത്തിനനുസരിച്ചൊന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. കട്ട് ചെയ്ത് കൊടുത്ത് നേരത്തെ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് എൻഡ് ബീഡ്സ് ഒട്ടിച്ച പോലെ തന്നെ ഒട്ടിച്ച് കൊടുത്താൽ മതി. ഭയങ്കര സിമ്പിളായിട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇത് വേണമെങ്കിൽ ഈ ഒരു ഗിൽറ്റർ ട്യൂബിന് പകരം വേണമെങ്കിൽ ബീഡ്സ് ഇട്ട് കൊടുത്തിട്ട് വൈറ്റ് ബീഡ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ബീഡ്സ് ഇട്ട് കൊടുത്തിട്ട് ചെയ്യാം കേട്ടോ. ഞാനിപ്പം ഒരു കളർ കോമ്പിനേഷൻ വെച്ചിട്ടാണ് ഗിൽറ്റർ ട്യൂബ് വൈറ്റ് കളർ ഇരുന്നപ്പം അങ്ങനെയൊന്ന് ട്രൈ ചെയ്തതാണ് കേട്ടോ. ഞാൻ ഇത് മുമ്പ് ചെയ്ത് നോക്കിയില്ല, വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പം ആദ്യമായിട്ട് ചെയ്തതാണ് കേട്ടോ. ഞാൻ മുമ്പ് ചെയ്ത് നോക്കിയിട്ടില്ല. ഈ ഒരു രീതിയിൽ പിയോണി ഫ്ലവർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ വയർ ബോയിൽ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ. സാറ്റിൻ ബോയിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഇത് ഇപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഈ ഒരു ഫ്ലവർ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഹെയർ ബോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ഒന്ന് ചെയ്തേക്കണേ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റും ചെയ്യണം കേട്ടോ. പിയോണിയുടെ ഒരുപാട് കളേഴ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആട്ടോ. റെഡ്, പിങ്ക്, വൈറ്റ്, റോസ്, യെല്ലോ, പിന്നെ ബ്ലൂ ഷെയ്ഡ്, പിന്നെ ലാവൻഡർ ഷെയ്ഡ്, അങ്ങനെ ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അതിൽ നിന്ന് ഒരു കോമ്പിനേഷൻ നോക്കി എടുത്തതാണേ. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താങ്ക് യു.